3 വർഷം കൂടുമ്പോൾ ഒരിക്കൽ വരുന്ന പുരുഷോത്തമ മാസം അഥവാ അധികമാസത്തിലെ പത്മിനി ഏകാദശിയാണ് നാളെ മെയ് 26, 27 തീയതികളിലായിട്ട് നമുക്ക് വരുന്നത്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ. ഈ 2 ദിവസങ്ങളിൽ ബുധനാഴ്ച വ്യതിപാത യോഗം കൂടിയിട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് 83 വർഷങ്ങളിൽ കറുത്തവാവ് വ്രതമെടുത്ത് ദാനം ചെയ്ത ഫലം ഈ അധികമാസത്തിലെ വ്യതിപാത യോഗത്തിൽ ഒരേ ഒരു തവണ ദാനം കൊടുത്താൽ ലഭിക്കുന്നതാണ്. അത്രമാത്രം പവർഫുള്ളാണ് വ്യതിപാത യോഗം. ആ യോഗത്തിനെ നമുക്ക് പല ഘടകങ്ങളായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ 1,00,000 പുണ്യം, 1,00,00,000 ലക്ഷം പുണ്യം, അക്ഷയ പുണ്യം എന്നിങ്ങനെ വേർതിരിക്കാൻ പറ്റും. ഈ പ്രാവശ്യത്തെ വ്യതിപാത യോഗവും ഹരിവാസര സമയവും ഒന്നിച്ചു വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് ഈ പറയുന്ന 3 വസ്തുക്കൾ ദാനം ചെയ്താൽ ഫലമെന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും. കഴിഞ്ഞ മുൻജന്മ പോയ ജന്മങ്ങളിൽ നമ്മുടെ മക്കൾ ചെയ്ത പാപങ്ങളൊക്കെ മാറി മുന്നോട്ടുള്ള അവരുടെ ജീവിതം ഏറ്റവും ഐശ്വര്യപൂർണമായി തീരാൻ ഈ ഒരു വ്യതിപാത ഏകാദശി അധികമാസ ദാനത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയും. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വ്യതിപാത യോഗ സമയത്ത് ഹരിവാസര സമയം കൂടി വരുന്നതിൽ എപ്പോഴാണ് നമ്മൾ ദാനം ചെയ്യേണ്ടതെന്നും ദാനം ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തു എന്താണെന്നും പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് കേട്ടെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഒരു ദാനം നമ്മൾ അന്ന് ചെയ്ത് സർവ്വപാപങ്ങളും ഇല്ലാതായി ഐശ്വര്യം നമ്മളിലോട്ട് വരുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും വഴിപാടിനും ഫലമുണ്ടാകുന്നതാണ്. അപ്പോൾ അതറിയണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണാവുന്നതാണ്. വെള്ള കളറിലെ ഒരു ചെറിയ ആരോ ബട്ടനാണത്. ട്രയാങ്കിൾ തിരിച്ചിട്ടാൽ എങ്ങനെയിരിക്കും അതുപോലെ വരും. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട്.